ഡെപ്യൂട്ടി തഹസിൽദാർക്കെതിരെ കേസ്. ഹോസ്ദുർഗ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. NSS ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് പ്രഭാകരൻ കരിച്ചേരിയുടെ പരാതിയിലാണ് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെതിരെ പോലീസ് കേസെടുത്തത്. BNS 153 പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസ്. അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിന് താഴെയാണ് വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാറായ പവിത്രന്റെ അശ്ലീല പരാമർശം. സംഭവത്തിൽ NSS ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് പ്രഭാകരൻ കരിച്ചേരിയുടെ പരാതിയിലാണ് ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തത്. ഭാരതീയ ന്യായ സംഹിതയിലെ 153A വകുപ്പ് പ്രകാരം സമൂഹത്തിൽ ജാതീയമായി സ്പർദ്ധ ഉണ്ടാക്കി കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയെന്ന കുറ്റത്തിനാണ് കേസ്. ഇതിനു പുറമെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കുറ്റവും ചുമത്തിയിട്ടുണ്ട്. തൊഴിൽ നേടുന്ന സ്ത്രീകളെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നതിനും അപമാനിക്കുന്നതിനും വേണ്ടിയാണ്. നമ്മുടെയൊക്കെ മക്കൾ എൻ്റെ മകളുണ്ട്, വിദേശത്താണുള്ളത്. അപ്പോൾ അവർ പഠിക്കാൻ പോയാലും ജോലിക്ക് വേണ്ടി പോയി കഴിഞ്ഞാലും അവർ മറ്റൊരു അർത്ഥത്തിലേക്ക് അവരെ ഇങ്ങനെ സമൂഹത്തിൻ്റെ മുൻപാകെ ചെളിവാരി തേക്കുന്നത് തീരെ ഒരു നല്ലൊരു പ്രവണതയല്ല. അത് എല്ലാവരെയും ആക്ഷേപിക്കുന്നതിനും അപമാനിക്കുന്നതിനും തുല്യമാണ്. ഇദ്ദേഹം റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ നായർ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച്, അതുമാത്രമല്ല ജോയിൻറ്റ് കൗൺസിലുള്ള നേതാക്കന്മാർ നക്കി നായരാണ് എന്നൊക്കെ വളരെ മോശമായ ഭാഷയിൽ അദ്ദേഹം പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ സ്ഥിരമായ ഒരു സംവിധാനമാണ്. ഈ സമുദായത്തെ സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കുക. അതോടൊപ്പം സ്ത്രീകളെ, അതും ഇന്നലെ ഒരു വലിയൊരു ദുരന്തം നടന്ന് നാട് മുഴുവൻ വളരെ ദുഃഖാർത്ഥമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള, അതും ഡെപ്യൂട്ടി തഹസിൽദാർ പദവിയിലിരിക്കുന്ന സമൂഹത്തിന് മാതൃകയാക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ പെരുമാറുക എന്ന് പറഞ്ഞാൽ അതൊരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. സംഭവം വിവാദമായതിന് പിന്നാലെ തനിക്ക് തെറ്റുപറ്റിയെന്നും പോസ്റ്റ് പിൻവലിക്കുന്നതായും ചൂണ്ടിക്കാട്ടി ഇയാൾ രംഗത്ത് വന്നിരുന്നു. അതേസമയം 2024 സെപ്റ്റംബറിൽ കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരനെ ഫേസ്ബുക്കിൽ ജാതീയമായി അധിക്ഷേപിച്ചതിന് ഇയാൾക്കെതിരെ നടപടിയെടുത്തിരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെതിരെയും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇയാൾ അധിക്ഷേപ പരാമർശം നടത്തിയതായി പരാതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.